ഹലോ, നിങ്ങളെ ഒരു ലാലേട്ടൻ ഫാനാണോ? ലാലേട്ടൻ്റെ ഈ ഒരു സ്പെഷ്യൽ ഡെസേർട്ടിൻ്റെ റെസിപ്പി നിങ്ങൾ അറിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഫാനായി പോകും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം കൊണ്ട് ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരും. അപ്പം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പഴം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് നല്ല ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ 2 സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ നല്ല പൊടിച്ച ശർക്കരയാണ്. ഇനി ആ ശർക്കര അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഇപ്പോൾ പഴത്തിൽ പിടിച്ചിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് ആകുമ്പോഴേക്കും നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ശർക്കരയിൽ കിടന്നിട്ട് പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ശർക്കരയും തേങ്ങയും പഴവും ഒക്കെ കൂടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് റം ഒഴിച്ചു കൊടുക്കണം. നമ്മളെ കയ്യിൽ റമ്മില്ല, അതുകൊണ്ട് നമ്മൾ ഇതിൽ നിർത്തുകയാണ്. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് അല്പം വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ആക്കി കഴിച്ചാണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വളരെ കുറച്ച് റെസിപ്പി ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഒരു തവണ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഫാനായി പോവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു കിടിലൻ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.